നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി രക്തസാക്ഷി സ്മാരകം പണിതത് വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചിരുന്നു. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ സ്മാരകത്തിന്റെ ഉദ്ഘാടന പരിപാടി നടന്നു. ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയായിരുന്നു. എന്നാൽ ഈ ഉദ്ഘാടന ചടങ്ങിൽ CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്തില്ല. പാനൂർ ചെറ്റക്കണ്ടിയിലെ ഷൈജു സുബീഷ് സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും എം വി ഗോവിന്ദൻ വിട്ടുനിന്നത് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്ന സ്മാരക മന്ദിരം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ഉദ്ഘാടനം ചെയ്തത്. വിവാദങ്ങളോട് തുടക്കം മുതൽ മൗനം പാലിക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി. ഒടുവിൽ ചടങ്ങിൽ നിന്നും പിന്മാറി. എം വി ഗോവിന്ദന്റെ അസാന്നിധ്യത്തിൽ പകരക്കാരനായത് ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ്. ഷൈജുവും സുബീഷും രക്തസാക്ഷികൾ തന്നെയെന്ന പാർട്ടി നിലപാട് എം വി ജയരാജനും ആവർത്തിച്ചിരുന്നു. RSSന്റെ ഏകപക്ഷീയ ആക്രമണങ്ങളുടെ തുടർച്ചയായാണ് ചെറ്റക്കണ്ടിയിലെ സ്ഫോടനമെന്നും ജയരാജൻ പറഞ്ഞു. എം വി ഗോവിന്ദന്റെ അസാന്നിധ്യം നേതാക്കൾ വിശദീകരിച്ചില്ല. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജില്ലയിൽ ഉണ്ടായിട്ടും എം വി ഗോവിന്ദൻ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് നിഗമനം. അതേസമയം രക്തസാക്ഷികൾ തന്നെ എന്ന നിലപാട് P ജയരാജൻ ആവർത്തിച്ചുറപ്പിച്ചതാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: രക്തസാക്ഷികൾ തന്നെ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആയിരക്കണക്കിന് പേർ ജീവാർപ്പണം ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ആക്ഷേപിക്കാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ എക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. ഇന്നും അത് തുടരുകയാണ്. 2015 ജീവാർപ്പണം ചെയ്ത ചെറ്റക്കണ്ടി രക്തസാക്ഷികളെ അക്രമികളും സാമൂഹിക വിരുദ്ധരുമായി താറടിച്ചുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. അവർ ബോംബ് രാഷ്ട്രീയക്കാരാണത്രേ. കേരളത്തിലെ CPIM RSS സംഘർഷങ്ങളുടെ വാർത്തകളും സമാനമായ രീതിയിലാണ് വലതുപക്ഷ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതേക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. രസകരമായ കാര്യം, CPIMന്റെ ബോംബ് രാഷ്ട്രീയത്തെ വിമർശിക്കുന്നതിന് കൂട്ടുപിടിച്ച കൂട്ടാളി KPCC പ്രസിഡന്റ് K സുധാകരൻ ആണെന്നതാണ്. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ തുടക്കക്കാരനാണ് അദ്ദേഹം. സുധാകരന്റെ അനുയായികളായിരുന്ന കോൺഗ്രസുകാരാണ് കണ്ണൂർ DCC ഓഫീസിൽ ബോംബ് നിർമ്മിച്ചത്. തങ്ങൾ 3 തരം ബോംബ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അന്നത്തെ DCC ജനറൽ സെക്രട്ടറി നാരായണൻകുട്ടി പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. 3 തരം ബോംബുകളുടെ ചിത്രം ഒരു മാധ്യമം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇത്തരം ബോംബുകൾ ഉപയോഗിച്ചാണ് ബീഡി തൊഴിലാളിയായ കുളങ്ങേരത്ത് രാഘവനെയും ഹോട്ടൽ തൊഴിലാളിയായ നാണുവിനെയും കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയത്. കണ്ണൂർ ജില്ലാ പോലീസിന്റെ ക്രൈം ചാർട്ടിൽ ആദ്യമായി ബോംബ് ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്തിയ ആദ്യത്തെ സംഭവം കുളങ്ങേരത്ത് രാഘവനാണെന്നും അത് ചെയ്തത് കോൺഗ്രസുകാരനാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. CPIM വിരുദ്ധ വേട്ട RSSും ഏറ്റെടുത്തു. അവർ നടത്തിയ ബോംബ് ആക്രമണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. തൃപ്പങ്ങട്ടൂർ പഞ്ചായത്തിലെ CPIM പ്രവർത്തകൻ പള്ളിച്ചാൽ വിനോദനും ഇങ്ങനെ RSSകാരാൽ കൊല ചെയ്യപ്പെട്ടതാണ്. ബോംബ് എറിഞ്ഞ് നെഞ്ചിൻകൂട് തകർന്നാണ് വിനോദിന്റെ ജീവശ്വാസം നിലച്ചത്. സംഘപരിവാര ബന്ധം ഉപേക്ഷിച്ച് CPIM റെഡ് വോളണ്ടിയർ ആയ ഘട്ടത്തിലാണ് ഈ ബോംബാക്രമണം നടന്നത്. ഈ കാലത്ത് തന്നെയാണ് സംഘപരിവാർ ബന്ധം ഉപേക്ഷിച്ച് CPIMലെത്തിയ OK വാസു മാസ്റ്ററെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താനുള്ള RSS ശ്രമം ഉണ്ടായത്. അക്കാലത്ത് തന്നെയാണ് CPIM പ്രവർത്തകനായ വിജേഷിനെ വിളക്കോട്ടൂരിലെ വീടിന്റെ പരിസരത്ത് വെച്ച് ബോംബും വടിവാളും ഉപയോഗിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചത്. വിജേഷ് എന്നും വേദന തിന്ന് കഴിയുകയാണ്. ഇത്തരത്തിൽ ഓരോരുത്തരുടെയും പേര് എണ്ണി പറഞ്ഞായിരുന്നു P ജയരാജൻ രക്തസാക്ഷികൾ തന്നെ എന്ന നിലപാട് ഉറപ്പിച്ചത്.